നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സുവിശേഷ പ്രചരണം, യേശുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. കർത്താവായ യേശു തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങളിൽ 7-ാമത്തേതായി പറഞ്ഞതാണ് സുവിശേഷത്തിൻ്റെ സാർവത്രികമായ വ്യാപ്തി. ലോകത്തിലെ സകല രാജ്യത്തും സുവിശേഷം പ്രസംഗിക്കപ്പെടുവാനിടയാകും. ചില ആളുകൾ പറയുന്നത് അത് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ കാര്യമല്ല, അവിടെ രാജ്യത്തിൻ്റെ സുവിശേഷം എന്നാണ് എഴുതിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അതല്ലേ പൗലോസ് പ്രസംഗിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ അവസാന അധ്യായത്തിൽ വായിക്കുന്നത് അവൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജീവിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവരാജ്യം എന്നുള്ളത് സുവിശേഷത്താൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അത് വേറൊരു കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും, സകല രാജ്യത്തും സകല സ്ഥലങ്ങളിലും. അത് യേശുവിൻ്റെ സുവിശേഷമല്ലേ? യേശു അത് പറഞ്ഞിരുന്നല്ലോ. ഒരു സ്ത്രീ യേശുവിൻ്റെ കാലിൽ തൈലം പൂശിയതിനെ കുറിച്ച് യേശു പറഞ്ഞു, ലോകത്തെമ്പാടും സുവിശേഷം പ്രസംഗിക്കുന്ന ആ സമയത്ത് ഇവൾ പ്രസ്താവിച്ചതും പറയാനിടയാകുമെന്ന്. യേശു അല്ലാതെ ലോകത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഉപദേശങ്ങൾ ലോകം മുഴുവൻ പ്രചരിക്കാനിടയാകുമെന്ന്? പറഞ്ഞിട്ടില്ല. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ല, സോക്രട്ടീസ് പറഞ്ഞിട്ടില്ല, പ്ലേറ്റോ പറഞ്ഞിട്ടില്ല, കാറൽ മാർക്സ്, ലെനിനോ, എംഗൽസോ പറഞ്ഞിട്ടില്ല, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ല, വിവേകാനന്ദൻ പറഞ്ഞിട്ടില്ല, ശ്രീബുദ്ധൻ പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, എൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടാനിടയാകും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞത് അക്ഷരപ്രകാരം നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. റേഡിയോ തുറന്നാൽ, TV തുറന്നാൽ സുവിശേഷം, സോഷ്യൽ മീഡിയയിൽ സുവിശേഷം, ഇൻ്റർനെറ്റിൽ സുവിശേഷം, ചന്ദ്രഗോളത്തിൽ അവിടെ സുവിശേഷം, ശൂന്യാകാശത്ത് അവിടെ സുവിശേഷം. വലിയ ശാസ്ത്രജ്ഞന്മാർ സുവിശേഷത്തിൻ്റെ പിന്നാലെ, അമേരിക്കൻ പ്രസിഡന്റിനെ പോലുള്ള ആളുകൾ സുവിശേഷത്തിൻ്റെ പിന്നാലെ, ചൈനയിലും റഷ്യയിലും ആളുകൾ സുവിശേഷത്തിനും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഭ വളരുന്നത്, സഭകളുള്ളത് ചൈനയിലാണ്. അത് രഹസ്യ സഭകളാണ്. ഭൂമിക്കടിയിലുള്ള ഗുഹകളിലും അതുപോലെ രഹസ്യ സങ്കേതങ്ങളിലും അവർ വലിയ പാട്ടും പ്രാർത്ഥനയും ഒച്ചപ്പാടും ഒന്നുമില്ല, കുരിശോ കൊന്തയോ അതൊന്നുമില്ല. പക്ഷെ അവർ യേശുവിനെ സ്നേഹിക്കുന്നു. അതുപോലെ ഗൾഫ് നാടുകളിൽ കണ്ടമാനം സത്യസുവിശേഷം വിശ്വസിക്കുന്നവരുണ്ട്. കുവൈറ്റിലുണ്ട്, സൗദിയിലുണ്ട്, മസ്കറ്റിലുണ്ട്, അതായത് ഒമാനിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റിനിലുണ്ട്, അതുപോലെ അഫ്ഗാനിസ്ഥാനിലുണ്ട്, അതുപോലെ ഹിന്ദു രാജ്യങ്ങളെടുത്താൽ നേപ്പാളിൽ, അതുപോലെ ഇന്ത്യയിൽ, ഭൂട്ടാനിൽ, അവിടെയൊക്കെ ധാരാളം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. കാരണം ക്രിസ്തു ദൈവ മനുഷ്യനായവനാണ്. ലോകചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വെട്ടിമുറിച്ചത് വേറെ ആരുമല്ല, യേശുവാണ്. ആ യേശു മാത്രമാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത്. ഉയർത്തെഴുന്നേറ്റിവിടെ ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ 40 ദിവസം ജീവിച്ചിട്ട് ശിഷ്യന്മാർ കാണുകയാണ് സ്വർഗ്ഗാരോഹണം ചെയ്ത്. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ വീണ്ടും വരും. ആ സമയത്താണ് തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങൾ പറഞ്ഞത്. അത് യുക്തിക്ക് നിരക്കുന്നതല്ല അന്നത്തെ കാലത്ത്. കാരണം പഠിപ്പില്ലാതെ 30 വർഷം ജീവിച്ച ഒരു തൊഴിലാളിയായി ജീവിച്ച, പിന്നെ 3.5 വർഷം പ്രസംഗിച്ച് നടന്ന, റോമാ ഗവൺമെൻറ്റിൻ്റെ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട് മരിക്കാനിടയായ ആ യേശു പറയുകയാണ്, എൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിക്കാനിടയാകും.
എന്ന് പറഞ്ഞാൽ അത് അക്കാലത്ത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ യേശു പറഞ്ഞത് സംഭവിക്കും. അന്ത്യകാലത്ത് ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുവാനിടയായിത്തീരും. യേശുവിൻ്റെ വരവെടുത്തു. അതുകൊണ്ടാണ് മുക്കിലും മൂലയിലും, തെരുവിലും മരുവിലും പുഴയിലും എല്ലാം, ബൈവേകളിലും ഹൈവേകളിലും എല്ലാം, ദ്വീപുകളിലും എല്ലാം യേശുവിൻ്റെ സുവിശേഷം മുഴങ്ങാനിടയാകുന്നത് യേശു വരാറായി. അതാണ്. അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുക, അവനായി ജീവിക്കുക, ആ സത്യദൈവത്തെ അംഗീകരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.